സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്, ഇന്ന് നാളെ ഓഫാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ടീം ഇന്ന് മുടക്കാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. പിന്നെ അവർ ഇപ്പോൾ താമസം നമ്മുടെ ഡെലിവറി ടീം ഉമ്മൽക്കോയിലാണ്. അപ്പോൾ അവർക്ക് ദുബായിലേക്ക് എങ്ങനെയെങ്കിലും റൂം സെറ്റാക്കണം. 1-2 സ്ഥലത്ത് റെഡി നോക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അൽനാദയിൽ, അബുവയിൽ. അപ്പോൾ നമ്മൾ അവീർ മാർക്കറ്റിൻ്റെ അടുത്തുമ്പാടെ റൂം കുറച്ച് ചീപ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതുമ്പാടെ നോക്കിയിട്ട് ഇന്നൊന്ന് ഫൈനലൈസ് ആക്കണം. പിന്നെ എൻ്റെ കുറച്ച് സാമ്പിൾ ഉണ്ട്, നമ്മളെ ജനറൽ ബേക്സിൻ്റെ കുറച്ച് ബണ്ണുണ്ട്, കുറച്ച് സാമ്പിൾ എടുക്കാൻ വേണ്ടി പോകണം. ഇന്നലെ നമ്മുടെ ഡെലിവറി ടീം അവിടെ ഒരു ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ജന്നത്ത് ബണ്ണിൻ്റെ എന്താണ് ജന്നത്ത് ബണ്ണെന്ന് ഞാൻ കാണിച്ചു തരാം. മക്കാവി, അൽഫലാജിൻ്റെ ഓപ്പോസിറ്റ് മക്കാവിയിലാണ് നമ്മളെ സാമ്പിൾ ഉള്ളത്. അതിലൊന്ന് മക്കാവി, മക്കാവിയോട് മക്കാവി മാലിക്കുണ്ട്. Head northeast on Abu Bakr Al-Siddiq Street, D78 toward 22A Street. മക്കാവി സൂപ്പർ. ദാ മക്കാവി, ഇത് അൽക്കാദിലത്തെ ഷോപ്പാണ്. നമ്മുടെ ജന്നത്ത് ബേക്സിൻ്റെ ക്രീം ബണ്ണ് എല്ലാ ഐറ്റംസും ഇവിടെയും കിട്ടും. അൽക്കാദിലുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറ്റും എന്തായാലും സാമ്പിൾ എടുത്തിട്ട് വരാം. ഇതാണ് ജന്നത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ്. ഇതാണ് പിസ്താഷിൻ്റെ ക്രീം ബണ്ണ്. നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ആൾക്കാർക്ക് മടുക്കൂല, വായിക്ക് മടുക്കാത്ത ഒരു നല്ല ഫ്ലേവറാണ് ഇത്. നമുക്കിപ്പോൾ 5ഓളം പ്രൊഡക്റ്റാണ് ഉള്ളത്. പിന്നെ ഡേറ്റ്സിൻ്റെ കേക്ക് ഉണ്ട്, ആൽമണ്ടിൻ്റെ കേക്ക് ഉണ്ട്, കേക്ക് റസ്ക് ഉണ്ട്, പിന്നെ ഇതുപോലത്തെ 2 ബണ്ണുണ്ട്. പിന്നെ കുക്കീസ് വരുന്നുണ്ട്. ഒരു 4 ഫ്ലേവറിൽ 4 ടൈപ്പ് കുക്കീസും വരുന്നുണ്ട്. നമ്മളിതിൻ്റെ റിവ്യൂ അതുപോലെ ഈച്ച് ബണ്ണിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ സൂൺ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഓണർ നമ്മുടെ മലയാളി തന്നെയാണ്, ഒരു ലേഡിയാണ്. ഫസ്മീന പേര് ആളുടെ. നമ്മൾ പറ്റുകയാണെങ്കിൽ ഇന്ന് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ താത്ത ഉണ്ടാവും. ഞാൻ താത്താന്ന് വിളിക്കല്, താത്ത ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ചിലപ്പം താത്ത ഉണ്ടാവും. ചേച്ചി, നമ്മുടെ ചേച്ചിയുണ്ട്. ചേച്ചീൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഇപ്പോൾ ചേച്ചീൻ്റെ കുട്ടീനെ കാണാൻ പോകണം. സിസേറിയനായിരുന്നു. അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റലിലുള്ളത്. അപ്പോൾ ചേച്ചീനെ കാണാൻ പോകണം. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ വാങ്ങിക്കണം. പെൺകുട്ടിയാണ്. ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്ലവർ ഷോപ്പുണ്ട്. അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള പ്ലാനാണ്. മറന്നുപോയി അവിടെ ഷോപ്പുള്ളത് നല്ലത്. ഇതൊന്നെടുത്തോ, മിക്സ് എടുത്താലോ? പിന്നെ ഒരു റെഡ് റോസ് വരും. ഒരു റെഡ് റോസ് പെറ്റൽസ് എടുക്കാം. ഡ്രസ്സ് കളയുന്നു. ഈ പെറ്റൽസ് കളയല്ലേ?
യെല്ലോ നല്ലൊരു യെല്ലോ വേണ്ട. ഇതോ തലേൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് വേണം കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം വരുന്നത്. നമ്മളെ നാട്ടുകാർ തന്നെ പ്ലം കേക്കിൻ്റെ ഞാൻ സാമ്പിൾ നോക്കി നോക്കാം. നമുക്ക് ആവശ്യം വരും. നമ്മൾ സീസണിൽ മാത്രമേ ഉള്ളത്. ഈ ഒരു നവംബർ ഡിസംബർ മാത്രം. നവംബർ ഡിസംബർ കോൺടാക്ട് നമ്പർ ഇതിലുണ്ടല്ലോ. എൻ്റെ ഫസ്റ്റ് നമ്പർ, ഈ ഫസ്റ്റ് നമ്പർ എൻ്റെ കോൺടാക്ട് നമ്പറാണ്. വിജിലല്ലേ? നമുക്ക് ആവശ്യമുണ്ട് കേക്ക്. നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ എവിടെ ഇല്ല നിങ്ങളെ ഷോപ്പ്? നമ്മൾ പിന്നെ മാനുഫാക്ചറിങ് ഉമ്മൽക്കുമില്ല. നമ്മളിവിടെ ഈ റൂട്ടിലൊക്കെ വണ്ടി ഓടുന്നുണ്ട്. വണ്ടി വിടുന്നുണ്ട്. പറഞ്ഞാലും ഓർഡർ നിങ്ങൾ ചെയ്യുന്ന ഏത് സമയത്ത് പറഞ്ഞാലും സ്പോട്ടിൽ നമ്മൾ സാധനത്തിൽ നമ്മൾ വണ്ടി ഒരുപാട് വണ്ടി ഈ ഏരിയയിൽ കുറവുണ്ടോ? kg എത്ര ഉണ്ട് കേക്ക്? നമ്മൾ ½ kg മാത്രമേ ഉള്ളൂ. നമ്മൾ ഞാൻ ഇന്നിപ്പോ എനിക്ക് കിട്ടിയാൽ ഞാൻ വൈകുന്നേരം നിങ്ങൾക്ക് എത്തിച്ചേരാം. ഓക്കെ ശരി എന്നാ. ശരി. ശരി. ഫുള്ളോ? ഓക്കെ എന്നാ ശരി. ശരി. ഷോപ്പിൽ നടക്കും. ചേച്ചിക്കുള്ള ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കണം. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. നമുക്ക് വേണ്ടി അവിടെ നിന്ന് കാണാം ചേച്ചീനെ. ചേച്ചി ആ ഹലോ. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, അതും എടുത്ത് മുന്നോട്ട് വെക്കും. നല്ല കാണാൻ വൃത്തി കിട്ടും. ബട്ടർഫ്ലൈ താഴെ വീഴുന്നു. കിടക്കുമ്പോഴും വെറുതെ വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മേഡം മൂത്ത് അവിടെ മോൻ എങ്ങനെയായിരുന്നു ഇതേ പ്രസവിച്ച് അത്ര വിട്ടതൊക്കെ അവൻ ഈരണ്ട് മണിക്കൂർ കൂടി കൊടുക്കണം ഡോക്ടർ പറയും. അവനൊരു അരമണിക്കൂർ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങുന്നു. അക്കണക്കിന് ഇത് കണ്ടിട്ട് ഞാൻ അപ്പളേ പറയും കുഞ്ഞുങ്ങളൊന്നും ഇന്നും പറഞ്ഞു ഇതുങ്ങളെ കുടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. കുടിക്കാട്ടാ കുടിമനെ വേണ്ടടി എനിക്ക് വയ്യ. ഇതിനെ ഇന്നും കൊണ്ടുപോകുന്ന ലക്ഷണമുണ്ട് കേട്ടോ. സൈലന്റ് കരച്ചൊന്നുമില്ല. ഫുൾ ടൈം ഉറക്കം. രാത്രി ഇന്നലെ നഴ്സറി കൊണ്ടുപോയാ അതവിടെ ഇല്ലായിരുന്നോ? ഇന്ന് ഇനിയിപ്പോ അറിയത്തില്ല. നമ്മുടെ കൂടെ ആകുമ്പോ അറിയത്തില്ല. ചിലപ്പോൾ കരച്ചിലായിരുന്നു. മോളെ കണ്ടിട്ട് നല്ല സൈലന്റ് ആണ്. ഭാവി കണ്ണു മുറുക്ക് വന്നു. ഒരു കണ്ണ് തുറന്ന് ഒരു കണ്ണടച്ചു. പുള്ളിക്ക് ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ പോയി. എന്തിട്ടൊക്കെ പണി നടക്കണം. ഞാൻ തൊപ്പി തിരിച്ചാ വേണം. അല്ല ഇപ്പൊ ഞാനേ കയ്യേ ഈ ആഴ്ചത്തെ ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ 50 B ക്ലാസ് മാർക്കറ്റ് ഈ മാസം എന്തായാലും ഓപ്പൺ ആക്കണം. ഏകദേശം ഇപ്പോൾ ഈ മദീന ഓപ്പൺ ആയി കഴിഞ്ഞാൽ 25 ഔട്ട്ലെറ്റായി. പിന്നെയുള്ളത് ഷക്ലാനാണ്. ഷക്ലാൻ 28 ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ 2 കിട്ടിയാൽ 50 കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ പിറകിലാണ് നമ്മുടെ സെയിൽസ് വെച്ച് ഇങ്ങനെ എൻജോയ്മെൻറ്റിൽ പണിയാണ്. നമുക്ക് മടുക്കൂല, പണി മടുക്കൂല. എപ്പോഴും പുറത്ത് പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ ഷോപ്പ്, രസമുള്ള ഫീൽഡാണ് സെയിൽസ്. പക്ഷേ നല്ല താല്പര്യം വേണം. എന്താ പറയുക, ഇന്നൊന്നും കിട്ടിയില്ലെങ്കിലും സെയിൽ കിട്ടിയില്ലെങ്കിലും നാളെ ആയാലും പോയിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഷോപ്പിനെ ഫോളോ അപ്പ് ചെയ്തത് ക്ലോസ് ചെയ്യാൻ പറ്റണം. എവിടെയാ?
എവിടെയാ? ഇതാവുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ടെന്നാ പറഞ്ഞത്. ഇതാ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നവനാണ് അമിത്. ഇതാണ് 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 അമിത്. ഇതാണ് നമ്മളുടെ അമിത്. അമിത് അപ്പുറ സൈഡ് വാ. കയറുന്നത് വീഡിയോയിൽ പെട്ടിരിക്കുന്നു. ഹലോ, ഇത് എന്റെ ഫ്രണ്ട് അമിത്. അമിത് എന്റെ നാട് എടാ, നാട് ചോദിക്കാം. ഞാൻ പത്തനംതിട്ടക്കാരനാണ് അമിത്. പത്തനംതിട്ടയിൽ അമിത് ഗുണ്ടാന്ന്, ഗുണ്ട. പത്തനംതിട്ടയിലെ ഗുണ്ട. ഇവിടെ മറ്റേ എന്താണ് സിഖുകാരൊക്കെ ഇടിച്ചിട്ടുണ്ടല്ലോ. സിഖല്ല, ആരടാ പഞ്ചാബികളായിട്ട് ഇടികൂടിട്ടേ ഒരു വളയുണ്ട്, ഇടിവള. അത് ഊരിയാണ്ടല്ല. നാട്ടിലെ കേത്തിലെല്ലാം തപ്പിപ്പോലി ഇടിയോടിടിയാണ്. വേർത്തുണ്ട് ഒരു തടിയൻ വിവേക്. ഓനില്ല, ഓൻ വൈകുന്നേരം വരും. ഓന്റെ മെയിൻ പരിപാടി വെച്ച് കഴിഞ്ഞാല് നമ്മ ഷെയർ ഇട്ട് കുപ്പി പണിക്കും. ഓൻ ബാക്കിന്ന് ചാമ്പോ. അതാണ് അവന്റെ പരിപാടി. ഇതുണ്ടാ, ഇതിന്റെ മുകളിലാണ് ഓഫീസ് വരുന്നത്, 3rd ഫ്ലോറിൽ. ഇവർ ഡബിൾ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ പോവുകയാണെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യായിരുന്നു. അവരൊന്നും എടുക്കൂല. ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഈ നെയ്ഫിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് ഭയങ്കര സീനാണ്. പാർക്കിംഗ് കിട്ടുകയില്ല. തേർഡ് ഫ്ലോർ 306 ആണ് തോന്നുന്നത്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ജന്നത്ത് സ്വീറ്റ് ബേക്കറി. ഇത് സെയിൽസിൻ്റെ ഇതെടുത്തോ, നഷാദിക്ക സ്റ്റാർ ഓഫ് ദി മന്ത്. ഇത് ഈ കഴിഞ്ഞ മാസത്തെ സ്റ്റാർ ഓഫ് ദി മന്ത്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ ഓഫീസ് വരുന്നത്, ഉമ്മൽക്കോയിലാണ്. എൻ്റെ ബോസാണിത്, ഫസ്മി എന്ന പേര്. അപ്പോൾ ആള് നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരും. 5 പ്രൊഡക്റ്റാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് ക്രീം ബണ്ണ്, പിന്നെ സ്പെഷ്യൽ ക്രീം ബൺ, ആൽമണ്ട് കേക്ക്, ഡേറ്റ്സ് കേക്ക്. എന്നെ കൊണ്ടൊന്ന് ഇത്ര ഇരിക്കാൻ